ഹായ് സുഹൃത്തുക്കളെ, ഇത് പള്ളിക്കൽ പഞ്ചായത്തിലെ വല്ലഭൻ കുന്ന്. ആ കുന്നിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു 1-2 തട്ടലുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇപ്പം ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനാണ്ട് ഏകദേശം ബാക്കിൽ കാണാൻ കഴിയുന്ന കണ്ട ചടയമംഗലം ജടായുപ്പാറയാണ്. ഇത് പാരിപ്പള്ളി, കല്ലുവാതുക്കൽ ഇതിൻ്റെ സമീപ പ്രദേശങ്ങളാണ് കല്ലുവാതുക്കലും പാരിപ്പള്ളിയൊക്കെ. ഇവിടെ വലിയ വിനോദസഞ്ചാരികളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും മുന്നേ ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്, ഇത് വ്ലോഗ് ചെയ്തിട്ടുണ്ട്. എന്നാലും അത്ര പ്രശസ്തമായിട്ടില്ല. പക്ഷേ മനോഹരമായ കാഴ്ചകളാണ്. നല്ല ഒരു രസമാണ്. നമ്മളിപ്പോൾ ഒരു വൈകുന്നേരം 4-4:30 മണി 5 മണിയോളം ആയി. ഞാൻ നമ്മളെ പഴയ ടീം തന്നെ, നമ്മളെ പൊന്നുംതുരുത്ത് ടീമുകൾ തന്നെയാണ്. സുമേഷ്, നമ്മളെ ഉണ്ണിമേഷിൻ്റെ മോൻ, കുട്ടപ്പൻ്റെ മോൻ കുട്ടപ്പൻ. പക്ഷെ വെയിലുണ്ടാകുമ്പോൾ അത്ര പെർഫെക്റ്റ് ആവുന്നില്ല അല്ലേ പിക്ചർ. ഇത് കുറേ നടന്ന് കയറാനുണ്ട് കേട്ടോ, കുഴപ്പമില്ല. എന്നാലും നമുക്ക് സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും ആയാസമില്ലാതെ നമുക്ക് കയറി വരാം. കാരണം കുറേ ഇതുണ്ട്, സ്റ്റാൻഡുണ്ട് അല്ലേ മൂലയുടെ ഉണ്ണിമേഷേ. 3 തട്ടായിട്ടാണ്, 3 തട്ടായിട്ട് കയറി വരാം. ഓരോ നല്ല കാഴ്ചയാണ് അവിടെ. ഓരോ തട്ടിൽ ഓരോരോ കാഴ്ചകളുണ്ട്, ഓരോ സ്റ്റെപ്പായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് വശമാണത്. ഇതിൻ്റെ താഴെയൊക്കെ നല്ല പച്ചപ്പും നടക്കുന്നില്ല. കാറ്റാടല്ലോ, കാറ്റടിച്ച് ചിലപ്പോൾ തറയിട്ട് കളയും. ഇവിടെ കയറുമ്പോഴത്തേക്ക് നമ്മളെ പൊന്മുടിയില്ലേ, ആ പൊന്മുടിയിലെ ഒരു ഫീൽ ഏകദേശമൊക്കെ വരും. പക്ഷെ പൊന്മുടി മുട്ടക്കുന്നാണെങ്കിൽ ഇവിടെ കുറച്ച് മരങ്ങളും ഉണ്ട്. എന്നാലും കൂടുതലും മുട്ടക്കുന്നാണ്. അതുകൊണ്ട് ആ ദൂരെ കാണുന്നില്ലേ, അതാണ് ജടായുപ്പാറ. നമ്മളെ ക്യാമറയൊന്നും അത്രയുള്ളത് എത്തൂല. ഇത് ചടയമംഗലം. നല്ല രസമുണ്ട് കേട്ടോ, നല്ല വ്യൂവാണ്. അങ്ങനെ നമ്മൾ വല്ലഭൻ കുന്നിലോട്ട് കയറുകയാണ്. പക്ഷെ വലിയ ആയാസമൊന്നുമില്ലല്ലേ സുമേഷേ? ആർക്ക് വേണമെങ്കിലും വരാം. നമുക്ക് സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും കുഴപ്പമൊന്നുമില്ല, കയറി വരാം. വലിയ ആയാസമൊന്നുമില്ല. ടോപ്പിൽ ഇനിയും ഉണ്ട് കുറച്ചും കൂടി. ഏകദേശം നമ്മൾ ഇതിൻ്റെ മുകൾ വശത്തെത്തി. എല്ലാം നേരിട്ട് കാണിക്കാം. ഏത് ക്യാമറ
അങ്ങോട്ട് പറയാം. എല്ലാവർക്കും നമുക്ക് അവിടെ പോയി എടുക്കാം. നമ്മൾ ചിറക്കരയാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന യാത്രകളും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുമായി എല്ലാം നേരിടുന്ന ചാനലിലൂടെ നമുക്ക് വീണ്ടും കാണാം.